അച്ഛൻ്റെ മധുരക്കരുതലും അമ്മൂമ്മയുടെ സ്നേഹമധുരവും രണ്ടും ഗൃഹാതുരതയോടെ ഓർത്തുപോവുകയാണ്. അച്ഛൻ കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് എക്സിബിഷൻ നടന്ന സമയത്ത് ഒരു പ്ലാവ് വാങ്ങിച്ച് നട്ടു. ഒരു പ്ലാവല്ല, പല വൃക്ഷങ്ങൾ നട്ടാലും ഒന്നായിരുന്നു പ്ലാവ്. അപ്പം അതിൻ്റെ ചക്ക തിന്നാനുള്ള ഭാഗ്യം അച്ഛനും ഉണ്ടായി, പിന്നെ ഞങ്ങൾ മക്കളും കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടായി. ഒരു മരം എന്ന് പറയുന്നത് അത് അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ തലമുറ തന്നെയല്ല, ഈ വരുന്ന ജനറേഷൻ ഏത് മനുഷ്യകുലത്തിനും കിളികൾക്കും എല്ലാവർക്കും ഉള്ളൊരു കരുതലാണ്. അങ്ങനെ ഒരു കരുതൽ എൻ്റെ അച്ഛൻ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തിയിരുന്നു. അതിലൊന്നാണ് ഇത് കൊല്ലത്താണ്. അപ്പോൾ ഞാനിപ്പോൾ കായംകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് വന്ന സമയത്ത് ഞാനിതിൽ നിന്ന് ചക്കച്ചുള വീട്ടിലോട്ട് കൊണ്ടുപോകും. നല്ല ചക്കച്ചുളയാണ്, അത് ഒരിക്കലും അഴുകത്തില്ല, അത്ര നല്ല കട്ടിയുള്ള ചക്കച്ചുളയാണ് കൊണ്ടുവന്ന്. എൻ്റെ അമ്മുമ്മ ഒരു വിഭവം ഉണ്ടാക്കുമായിരുന്നു, ചക്കച്ചുള വരട്ടി. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ശർക്കരക്കകത്ത് ചുക്കുപൊടി ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് പാനിയൊക്കെയാണ് അമ്മുമ്മ ഉണ്ടാക്കുന്നത്. ഇതിൽ ചുക്കുപൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ചതച്ച് ഏലക്കയും കൂടി ചതച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പിന്നെ അരിച്ച് ഈ ശർക്കരപ്പൊടിക്കകത്തോട്ട്, ശർക്കരപ്പൊടി ആയതുകൊണ്ട് അതിനകത്ത് പിന്നെ അഴുക്കൊന്നുമില്ല, നേരെ ഒഴിച്ച് നമുക്കതങ്ങ് പാനിയാക്കാം. അങ്ങനെ പാനിയായോ എന്ന് അറിയാനായിട്ട് ചെറിയ തീരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കങ്ങും. പാനിയായോ എന്നറിയാനായിട്ട് ഈ വെള്ളത്തിനകത്തോട്ട് നെറ്റിച്ചാൽ ഇന്നലെ ടപ്പെന്ന് വന്ന് വീണാൽ പാനിയാവും എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക അരിയൊന്നും ചെയ്തത് നേരെ മുഴുവനെ തന്നെ അങ്ങ് ഇടുക, എന്നിട്ട് ഇളക്കുക. അപ്പോഴത്തേക്ക് പതുക്കെ ചക്ക വെന്ത് അതിൻ്റെ മധുരച്ചാറെല്ലാം ഈ ശർക്കരപ്പാനിയിലോട്ട് ലയിച്ച് ഇഞ്ചിയുടെ മണവും ഇലക്കയുടെ മണവും ഒക്കെ അടിക്കുന്നത് എല്ലാം കൂടി ചേർന്നൊരു മണം എല്ലാവരും. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കങ്ങരുത്. നല്ലൊരു ജെല്ല് പരുവാകുന്ന സമയത്ത് നമുക്ക് തീ അണയ്ക്കാം. വേറൊന്നും ചേർക്കത്തില്ല, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് തണുക്കുമ്പോൾ ഭരണിയിലാക്കി ഇട്ട് വയ്ക്കും. ഇതുപോലെ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ചക്ക വെച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നിട്ട് ഭരണിയിലിട്ട് വെച്ചിരിക്കും. നമ്മൾ നോക്കി ഞാൻ ഇതിനെ കരയും ഇതാന്ന്, അപ്പോൾ ഓരോന്ന് എടുത്ത് ഈന്തപ്പഴം പോലെ ഇരിക്കും. അപ്പോൾ അമ്മമ്മയുടെ ആ ഒരു സ്നേഹമധുരവും അച്ഛൻ്റെ ഒരു കരുതലും രണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ചക്കച്ചുള വരട്ടിയാണിത്.